Hi friends, welcome back to our channel. അപ്പോൾ സോണിയാസ് കിച്ചണിലെ എല്ലാവർക്കും ഞങ്ങളുടെ വക ക്രിസ്മസ് ആശംസകൾ നേരുന്നു. അപ്പോൾ ക്രിസ്മസ് ആയിക്കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ അല്ലേ ഇടങ്ങോട്ടാ? നമ്മൾ എന്തായിരുന്നു ഉണ്ടാക്കാനായിട്ട് പോകുന്നേ? ഒരു ക്രിസ്മസ് കേക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു ക്രിസ്മസ് ട്രീന്റെ ഒരു ഷേപ്പ് ആയിട്ടിരിക്കുന്ന കേക്ക്. അപ്പോൾ ഞങ്ങൾ ക്രിസ്മസ് ആയിക്കൊണ്ട് ക്രിസ്മസ് ട്രീയുടെ ഒരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ കാണാം അല്ലേ? ആ ഒരു വീഡിയോയും കൂടി നമുക്ക് ഈ ക്രിസ്മസ് ദിനത്തിൽ കാണാം. ഇന്ന് നമ്മൾ ക്രിസ്മസ് ഒക്കെ ആയിക്കൊണ്ട് തന്നെ അടിപൊളി ക്രിസ്മസ് ട്രീ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. അതും വാനില സ്പോഞ്ച് കേക്കാണ് ബേസ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആദ്യമേ നമ്മൾ കേക്ക് ടിന് റെഡിയാക്കി വെക്കണം. അപ്പോൾ ഞാനിവിടെ കേക്ക് പാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി എടുക്കാം. സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഇട്ടിട്ടുള്ളതാണ്, സ്പോഞ്ച് കേക്ക് തന്നെയായിട്ട്. അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് വീണ്ടും ഞാൻ ഒന്നുകൂടി അത് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പം ഞാൻ 1 കിലോയുടെ കേക്കാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. പക്ഷേ അത് 1/2 കിലോയുടെ 2 കേക്കായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം കാരണം കുറച്ച് ഹൈറ്റിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണിത്. ഇനി ഈ കേക്ക് പാൻ ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കി എടുക്കാം. ഇനി ആദ്യമേ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ മൈദയാണ് ആദ്യം എടുക്കുന്നത്. മൈദ 1 കപ്പ്, അതായത് 250 ml മെഷറിംഗ് കപ്പിൽ 1 കപ്പ് മൈദ എടുത്തതിന് ശേഷം അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം. 15 ml അളവാണ്. അപ്പോൾ ആ 15 ml അളവിലുള്ള 2 ടേബിൾ സ്പൂൺ മാറ്റി വെക്കുക. ആ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള കോൺഫ്ലോർ ആണ് ചേർത്ത് കൊടുക്കുന്നതിന്. കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും ആ കേക്ക് ഒന്നുകൂടി നല്ല സ്പോഞ്ചി ആയിരിക്കും. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുത്തപ്പോഴേക്കും കറക്റ്റ് 250 ml എന്നുള്ള അളവാണ് ഇതിൽ വന്നിരിക്കുന്നത്. മൈദയുടെയും കോൺഫ്ലോറിൻ്റെയും കൂടി അളവ്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറിൻ്റെയും അളവുകൾ തമ്മിൽ മാറിപ്പോകരുത്. അത് ബേക്കിംഗ് സോഡയാണ് എപ്പോഴും കുറച്ച് അളവിലെടുക്കുന്നത്. 1 പിഞ്ച് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ളത്. ഇതെല്ലാം കൂടി 3 തവണ അരിച്ചെടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും കൂടി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 4 എഗ്ഗാണ് വേണ്ടത്. 4 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഡ്രൈ ഇൻഗ്രീഡിയൻസും അതുപോലെ ഈ മുട്ടയൊക്കെ എടുക്കുന്ന പാത്രം ഒട്ടും വെള്ളമയം ഉണ്ടാകാനായിട്ട് പാടില്ല. എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടുള്ള പാത്രങ്ങൾ വേണം നമ്മൾ കേക്കിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഈ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കുന്ന കൂട്ടത്തിൽ തന്നെ 1/4 കപ്പ് ഷുഗറും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഷുഗർ ഞാനിവിടെ സാധാരണ ചെറിയ തരിയോടുകൂടിയുള്ള ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ തരിയാണ് നമുക്ക് കടകളിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അത് പൗഡർ ആക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് മുട്ടയിലേക്ക്. അല്ലെന്നുണ്ടെങ്കിൽ അത് അടിയിൽ അങ്ങനെ അലുക്കാതെ കിടക്കും. നമ്മൾ കേക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും അത് ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടത്തില്ല കേക്ക്. ഈ മുട്ട ബീറ്റ് ചെയ്യുന്ന കൂട്ടത്തിൽ ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് കൂടി ചേർക്കുന്നുണ്ട്. പൈനാപ്പിൾ എസൻസ് ആ ഒരു എഗ്ഗിൻ്റെ ആ ഒരു സ്മെല്ല് ടേസ്റ്റ് ഒക്കെ ഒന്നും വരാതിരിക്കാനായിട്ടാണ് നമ്മൾ ആ പൈനാപ്പിൾ എസൻസ് ചേർക്കുന്നത്. അതും 1 ഡ്രോപ്പ് ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാടൊന്നും ആയി പോകരുത്. ഇനി ഇത് ബീറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ എഗ്ഗൊക്കെ നല്ല പഫി ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ചായിട്ട് ഷുഗർ കൂടി ഇട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോഴേക്കും ഇനി ഷുഗർ ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. എഗ്ഗ് ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുൻപായിട്ട് തന്നെ നമ്മൾ ഓവൻ പ്രീഹീറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓവൻ പ്രീഹീറ്റ് ചെയ്യുന്നത് 165 ഡിഗ്രിയിലാണ് വെക്കുന്നത്. 165 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പം ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ എഗ്ഗൊക്കെ നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ? ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് നേരത്തെ അരിച്ചു വെച്ചിരുന്നത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്ക് ചേർക്കാനായിട്ട് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടി എടുത്ത് വെക്കണം. അതും കൂടി കുറേശ്ശെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ സൺഫ്ലവർ കൂടി ഒഴിച്ചു കൊടുക്കാം, ഓയിലും കൂടെ. ഒരുപാട് അങ്ങ് ഹാർഡായിട്ടിട്ട് ഇളക്കരുത്. സോഫ്റ്റായിട്ട് വേണം നമ്മൾ കേക്ക് മിക്സ് തയ്യാറാക്കി എടുക്കാനായിട്ട്. ഇപ്പോൾ ഹാൻഡ് മിക്സർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എഗ്ഗൊക്കെ ബീറ്റ് ചെയ്യാനായിട്ട് ഹാൻഡ് മിക്സർ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്.
കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലാണ് നമ്മൾ കേക്ക് മിക്സ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് ഹാൻഡ് മിക്സർ വെച്ചും മിക്സ് ചെയ്യാം, പക്ഷേ അതിലും നന്നായിട്ടുള്ള പെർഫെക്റ്റ് ആയി കിട്ടുന്നത് എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തന്നെയാണ്. കേക്ക് മിക്സ് ഇവിടെ റെഡിയാണിപ്പോൾ. ഇനി ഇത് കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെച്ചതിന് ശേഷം 2 തവണ എയർ ബബിൾസ് ഒക്കെ പോകാനായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഈ കേക്ക് ടിന്നിലോട്ട് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓവൻ പ്രീ ഹീറ്റ് ആയിട്ടിരിക്കുകയാണ്. ഇനി ഓവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. കേക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി പുറത്തേക്ക് എടുക്കാം. രണ്ട് കേക്കിന്റെ ബേക്കിംഗ് പേപ്പറൊക്കെ അങ്ങെടുത്ത് മാറ്റിയേക്കാം. കേക്ക് ഇവിടെ 4 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിനായിട്ടുള്ള ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇനി ഇതിലേക്ക് ഐസിങ് ചെയ്യാനുള്ള ക്രീം ബീറ്റ് ചെയ്തെടുത്തുകൊണ്ട് വരാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ഞാനിവിടെ 2 കപ്പാണ് എടുക്കുന്നത്. ഈ ഐസിങ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രത്തിലൊന്നും ഒട്ടും വെള്ളമയം കാണാൻ പാടില്ല. നന്നായിട്ട് ഇതൊന്ന് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു ഒരു 3 മണിക്കൂർ മുൻപ്. ഇതൊന്ന് പാത്രവും അതുപോലെ തന്നെ ഇതിൻ്റെ ഹാൻഡ് മിക്സറിൻ്റെ ബ്ലേഡൊക്കെ നന്നായിട്ടൊന്ന് തണുത്താണ് ഇരിക്കുന്നത്. ഇനി ഹാൻഡ് മിക്സർ വെച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യമേ ലോ സ്പീഡിൽ ഇട്ടിട്ട് വേണം ബീറ്റ് ചെയ്യാനായിട്ട്. 1-ൽ തുടങ്ങി 2-ൽ അങ്ങനെ പിന്നെ ഹൈ സ്പീഡിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 9 മിനിറ്റോളം എടുത്തു ക്രീം നല്ല സ്റ്റിഫായി കിട്ടാനായിട്ട്. നമുക്ക് ഐസിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിൽ നിന്ന് ഒരു 3/4 ഭാഗത്തോളം വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയിട്ടുണ്ട്. അതിനുശേഷം ഒരു സൈഡിലേക്ക് കുറച്ച് നമുക്ക് ഗ്രീൻ കളർ കൂടി ആഡ് ചെയ്താണ് നമ്മൾ ഐസിങ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അല്പം ഗ്രീൻ കളർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതും കൂടി പൈപ്പിംഗ് ബാഗിൻ്റെ ഒരു സൈഡിലേക്ക് ക്രീമിൻ്റെ കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലേക്ക് ആദ്യമേ കുറച്ച് ക്രീം തൂത്ത് കൊടുക്കാം. അതിനുശേഷം ഓരോരോ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ആദ്യത്തെ ലെയർ വെച്ചു. ഇതിലേക്ക് ഷുഗർ സിറപ്പ് തൂത്ത് കൊടുക്കാം. 1 കിലോ കേക്കിന് 1 കിലോ കേക്കിലേക്ക് 1 കപ്പ് ഷുഗർ സിറപ്പ് വരെ ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കാണ് നമുക്ക് ആ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. ആ ഷുഗർ സിറപ്പിലൊന്ന് സോക്കായി വരുമ്പോഴേക്കും ഇതിൻ്റെ മുകളിലേക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വളരെ കുറച്ചേ ഗ്രീൻ കളർ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്കത് ആ മുകളിലേക്കുള്ള ലെയറിലേക്ക് മതി. എല്ലാ ലെയറിലും വേണമെന്നില്ല. അടുത്ത ലെയറും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് തൂത്ത് കൊടുക്കാം. ക്രീം ഇട്ട് കൊടുക്കാം. ആ കേക്ക് ടിന്നിനുള്ള വ്യത്യാസം കൊണ്ട് ആ 2 പീസ് കേക്ക് ഒരല്പം ചെറുതാണ്. അത് കുഴപ്പമില്ല. കേക്കിൽ ഐസിങ് ചെയ്ത് കഴിയുമ്പോഴേക്കും അതങ്ങ് റെഡിയായി കിട്ടിക്കോളും. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. ഇതല്ലാതെ തന്നെ കേക്ക് നല്ല സോഫ്റ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് അങ്ങ് ഷുഗർ സിറപ്പ് ചേർക്കാത്തത്. മൈദ കൊണ്ട് തന്നെയാണ് കേക്ക് ഉണ്ടാക്കി എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത്രയും ആ ഒരു സോഫ്റ്റ്നെസ് കിട്ടത്തില്ല നമുക്ക് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കി വരുമ്പോഴേക്കും. ഇതിപ്പം നമ്മൾ ഇതിലേക്ക് ഇപ്പോൾ കോൺഫ്ലോർ കൂടി ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല സ്പോഞ്ചി ആയിട്ട് തന്നെയുള്ള കേക്കാണ്. അപ്പോൾ ഒരുപാട് അങ്ങ് ഷുഗർ സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞാലും അതങ്ങ് കുതിർന്ന പോലെ ആയിപ്പോവും. പിന്നെ ഇതുപോലെ ഇടയ്ക്കൊരു കളർ ചേഞ്ച് ഉണ്ടായാൽ മതി.
മൊത്തത്തിൽ ഗ്രീൻ കളർ ആക്കി എടുക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ വളരെ കുറച്ച് തന്നെ കളർ ചേർത്തിരുന്നത്. ഇനി ഇത് മൊത്തത്തിലൊന്ന് ക്രം കോട്ടിങ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഈ ക്രം കോട്ടിങ് ചെയ്ത കേക്ക് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. വൈറ്റ് ക്രീം തന്നെ വെച്ചിട്ടാണ് മൊത്തത്തിൽ ഐസിങ് ചെയ്തെടുക്കുന്നത്. ഇപ്പം എന്ന് വെച്ചാൽ നമ്മൾ ആ ഗ്രീൻ കളർ ചേർത്തുകൊണ്ട് ഇതിനകത്തൊരു ചെറിയൊരു കളർ ചേഞ്ച് ഉണ്ട്. ആ ഒരു കളർ മതി നമുക്ക് അകത്ത്. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കാം. ഇനി 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. ഇപ്പോൾ ക്രം കോട്ടിങ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കേക്കൊക്കെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഐസിങ് കൂടി ചെയ്തെടുക്കാം. അപ്പം സാധാരണ കുറച്ചുകൂടി നല്ല തിക്കായിട്ടുള്ള രീതിയിൽ തന്നെ വേണം നമ്മൾ പുറമെ ക്രീം തേക്കാനായിട്ട്. അപ്പം ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഇതും കൂടി അപ്ലൈ ചെയ്യാം. മൊത്തത്തിലൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ മതി, ഒരുപാട് അങ്ങ് ക്ലിയർ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് കോണാണ്. നമ്മൾ സാധാരണ കോൺ ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നതിൻ്റെ ആ ഒരു കോണിലാണ് നമ്മൾ ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീൻ കളർ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗ്രീൻ കളർ നമുക്ക് സാധാരണ ആ ഒരു ലീഫിൻ്റെതായ ഗ്രീൻ കളർ കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്താണ് എടുക്കുന്നത്. ബ്ലൂവും യെല്ലോവും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആ ട്രീയുടെ ഒരു ഗ്രീൻ കളർ കിട്ടും. അപ്പോൾ അതിനായിട്ട് അതും കൂടി റെഡിയാക്കി എടുത്തുകൊണ്ട് വരാം. ഇനി ഇതുപോലെയുള്ള കോണ് നമുക്ക് സാധാരണ ഐസ്ക്രീം ഒക്കെ മേടിക്കുന്നത് പോലെ ആ കോണാണിത്. അപ്പോൾ കോൺ ഐസ്ക്രീമിൽ നമുക്കറിയാം ആ ഒരു കോണ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കും സൈഡിലേക്കും ഒക്കെ ആയിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൈപ്പിംഗ് ബാഗിൽ ഞാൻ ഗ്രീൻ കളർ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു ഡിസൈൻ ആക്കി കൊടുക്കാം. അപ്പോൾ ആ ഒരു ട്രീയുടേതായ ഒരു എഫക്റ്റ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതുപോലെ നടുക്കൊരെണ്ണം വെച്ച് സെറ്റ് ചെയ്തു. ഇനിയിപ്പം ഇതിൻ്റെ സൈഡിലും കൂടി ആക്കിയായിട്ട് 2-3 എണ്ണം കൂടെ ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ ഡെക്കറേഷനൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ട്രീ മാത്രം കുറച്ച് ഹൈറ്റിലാണ് നടുക്കത്തേത് വെച്ചിരിക്കുന്നത്. ബാക്കിയുള്ളൊരു ചെറുതും പിന്നെ സൈഡിൽ 4 എണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാനത് ഇവിടെ പെട്ടെന്ന് ഓർക്കാതെ ഞാനത് കോൺ കമിഴ്ത്തിയാണ് വെച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു സൈഡിൽ. എന്നിട്ട് ടോപ്പിലേക്ക് ഒരു സ്റ്റാറും കൂടി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് സ്നോ എഫക്റ്റ് വരാനായിട്ട് വൈറ്റ് ചോക്ലേറ്റ് ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ പകരം ഷുഗർ പൗഡർ ഇട്ട് കൊടുത്താലും മതി.